ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാർത്തയാണ് വന്യജീവി ആക്രമണം. വന്യജീവിയുടെ ആക്രമണം കാരണം ഒരുപാട് മനുഷ്യരുടെ ജീവൻ പോകുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു അവസാനം വേണം, ഇതിനൊരു പരിഹാരം കണ്ടെത്തണം, അല്ലെങ്കിൽ ഇനിയും വന്യജീവി ആക്രമണം തുടരും. അത് കാരണം ഒരുപാട് മനുഷ്യരുടെ ജീവൻ പോകും. അതുമാത്രമല്ല, വന്യജീവി ആക്രമണം ചെയ്യുന്ന വന്യജീവിയെ കൊല്ലണം എന്നാണ് ആ നാട്ടുകാരൊക്കെ പറയുന്നത്. വന്യജീവി എന്തുകൊണ്ട് കാട്ടിനുള്ളിൽ നിന്ന് ജനവാസ മേഖലയിൽ വരുന്നതെന്ന് ആദ്യം നമ്മളത് ചിന്തിക്കണം. അതിന് പല കാരണങ്ങൾ കാരണം ചിലപ്പോൾ അവർക്ക് കാട്ടിനുള്ളിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും ജലവും കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരുപാട് വന്യജീവികൾ പെറ്റു പെരുകുന്നത് കൊണ്ടാവാം, അതും അല്ലെങ്കിൽ അവിടെ ചൂട് കൂടുന്നത് കൊണ്ടാകാം. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊക്കെ കണ്ടെത്തി ആദ്യം അതിനൊരു പരിഹാരം കണ്ടെത്തണം. അല്ലാതെ അതിനെ കൊല്ലുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. വന്യജീവി കൊല്ലനോട് ഇതുവരെ കോടതിയും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അതിനെ കൊല്ലുന്നത് കൊണ്ട് വന്യജീവി ആക്രമണം അവസാനിക്കുകയില്ല. അപ്പം അതുപോലെ തന്നെ ഫ്രണ്ട്സ്, പിന്നെ വന്യജീവികൾ താമസിക്കുന്ന സ്ഥലവും മനുഷ്യർ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ വേറെ ഉണ്ടാക്കണം. അതായത് വലിയ മതിലൊക്കെ കെട്ടണം. വലിയ മതിൽ, ആന മതിൽ പോലെയുള്ള വലിയ മതിലും അതുപോലെയുള്ള വേലിയൊക്കെ വെച്ച് കെട്ടിയാൽ വന്യജീവികൾക്ക് മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റില്ല. അതുപോലെ മനുഷ്യർക്ക് വന്യജീവികൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ അങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം. നമ്മൾ മൃഗശാലയിലൊക്കെ കാണാറില്ലേ? മൃഗശാലയിൽ ഒരുപാട് കാട്ടുപോത്തും പുലി കടുവയൊക്കെ ഉണ്ട്. പക്ഷെ അത് കാരണം നഗരത്തിലുള്ള മനുഷ്യർക്കൊണ്ട് ഇതുവരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്താൽ വന്യജീവികൾ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് വരില്ല. അതുപോലെ മനുഷ്യർക്കും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു അവസാനമാകും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെയൊക്കെയുള്ള വലിയ വലിയ കമ്പി അരി കേജായിട്ടല്ല, കൂടായിട്ടല്ല, അല്ലാതെ വനത്തിനും ജനവാസ മേഖലയ്ക്കും രണ്ടിനും ഇടയിലായിട്ട് ഇതുപോലെ ഒരു കമ്പി വേലിയോ അല്ലെങ്കിൽ വലിയ മതിലോ, ഇതൊക്കെ ഇതൊരു പുലിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതുപോലെയൊക്കെ ഉള്ളൊരു ഇങ്ങനെയൊരു സംവിധാനം മൃഗശാലയിൽ ചെയ്തതുപോലെ തന്നെ കാട്ടിലും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മൃഗങ്ങൾക്ക് മനുഷ്യർ താമസിക്കുന്ന അവിടെ വരാൻ പറ്റാതെയാകും. അങ്ങനെയുള്ള സംവിധാനം ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ ഇനി ഇതുപോലെ വന്യജീവി ആക്രമണം തുടരും, ഒരുപാട് മനുഷ്യരുടെ ജീവൻ പോകും. അതുകൊണ്ട് വന്യജീവി സംരക്ഷണം അതുപോലെ മനുഷ്യരുടെ ജീവൻ്റെ രക്ഷയും രണ്ടും ഒരുപോലെ ചെയ്യണം. അതിനുവേണ്ടി ഇപ്പോൾ മൃഗശാലയിലൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു വേലിയൊക്കെ കെട്ടി രണ്ടും ആക്കണം. മനുഷ്യർ താമസിക്കുന്ന സ്ഥലവും അതുപോലെ മൃഗങ്ങൾക്കുള്ള സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാക്കണം. അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് കൂടുതൽ ആൾക്കാർക്ക് ജോലി എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ വീഡിയോ കാണാൻ നിങ്ങൾക്കും ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കണം ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.